കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ അറസ്റ്റിലായ ജീവനക്കാർ കുറ്റം സമ്മതിച്ചു. തട്ടിപ്പ് നടത്തിയ രീതി ക്രൈംബ്രാഞ്ചിന് മുൻപിൽ പുനരാവിഷ്കരിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജീവനക്കാർ, അതായത് കീഴടങ്ങിയ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നത് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ പുനരാവിഷ്കരിച്ച് കാണിക്കുകയാണ്, അല്ലേ? ദേവിക, നേരത്തെ തന്നെ ഈ പ്രതികൾ കുറ്റം ചെയ്തു എന്നതിന് കൃത്യമായ തെളിവ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്യാൻ വൈകിപ്പിച്ചതായിരുന്നു. തുടർന്നാണ് ഈ പ്രതികൾ കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും കീഴടങ്ങിയ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ നടന്നു. തുടർന്ന് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. എങ്ങനെയാണ് തങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ കുറ്റകൃത്യം പുനരാവിഷ്കരിച്ച് കാണിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തു. പോലീസിന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇത് കുറ്റകൃത്യം നടത്തിയതിൻ്റെ രീതികളടക്കം ഈ പിടിയിലായ രണ്ട് പ്രതികളും വിശദീകരിച്ച് നൽകുകയും ചെയ്തിരുന്നു. 69 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു ദിയ കൃഷ്ണയുടെ പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും പ്രാഥമികമായിട്ടൊരു അന്വേഷണം നടത്തിയിരുന്നു. പ്രാഥമികമായ അന്വേഷണത്തിലും ഈ പ്രതികൾ 3 പേരും കുറ്റകൃത്യം നടത്തിയെന്നതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിരുന്നെങ്കിൽ പോലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല. തുടർന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയും എറണാകുളം ഹൈക്കോടതിയും ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനു ശേഷവും ക്രൈംബ്രാഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല. തുടർന്ന് നാടകീയമായിട്ട് പ്രതികൾ കീഴടങ്ങിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ നടപടികളടക്കം കഴിയുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഈ പണം മോഷ്ടിച്ചതിൻ്റെ രീതികളടക്കം പ്രതികൾ പോലീസിന് മുന്നിൽ, അതായത് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചെയ്യൽ നടപടികളടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെത്തിക്കുകയും അവിടെ വെച്ച് ഈ തെളിവെടുപ്പ് അടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി ഒരു പ്രതി കൂടി അറസ്റ്റിലാവാനുണ്ട്. ആ അറസ്റ്റിലാകുന്നതോടുകൂടിയായിരിക്കും തുടർന്ന് ഈ കുറ്റകൃത്യം നടത്തിയതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ രീതിയിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും അറസ്റ്റിലായ 2 പ്രതികളും കുറ്റം സമ്മതിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ദേവിക. ശരി.